വെൽ ഡൺ സർ, വെൽ ഡൺ. സാർ ഇപ്പോഴാണ് ആണിൻ്റെ ചങ്കൂറ്റം പുറത്തെടുത്തത്. അല്ല, സത്യത്തിൽ അങ്ങനെ സംഭവിച്ചോ സാർ? എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. യമുനയുടെ കൈയും പിടിച്ച് ഓഫീസിലേക്ക് അവന്മാരുടെ മുമ്പിലേക്ക് കയറി ചെല്ലുക എന്നൊക്കെ പറഞ്ഞാലല്ല കയറി ചെന്നു. ഒരു മിനിറ്റ്, ഞാൻ ആ സീനൊന്ന് സങ്കല്പിച്ചോട്ടെ. ഓ, മാർവലസ്. എന്നിട്ട് എന്തായിരുന്നു സാർ അവരുടെ റിയാക്ഷൻ? അത് ഞാൻ പറയണോടോ, പറയാതെ തന്നെ തനിക്ക് ഊഹിച്ചൂടെ? മുഖം കടലാസ് പോലെ വെളറി വെളുത്ത് വിയർത്ത്, അങ്ങനല്ലേ? എക്സാക്ട്ലി. സാറ് ചെയ്ത് ആപ്റ്റായി സാർ. നോക്കിക്കോ, ഇനി ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഇൻഡീസെൻ്റ് ആയിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടാവില്ല. സാറിനെ കാണാൻ ആര് വന്നാലും അതീവ സുന്ദരവും കുളിര് കോരുന്നതുമായ സുവീരണയായിരിക്കും അവർക്ക് കിട്ടുക. തമാശയില്ല, ആക്ഷേപഹാസ്യമില്ല, ടീസിംഗ് ഇല്ല. ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകുന്ന ഗുഡ് ബോയ്സ് ആയിരിക്കും ഇനി അവർ. അല്ല, യമുന എന്തു പറഞ്ഞു? ഓഫീസിലേക്ക് വരാൻ ആദ്യം യമുനയ്ക്ക് പേടിയായിരുന്നു. പേടിയെന്ന് പറയാൻ പറ്റില്ല, ഒരുതരം നെർവസ്നെസ്. അത് സ്വാഭാവികല്ലേ സാർ? എത്ര ബോൾഡായാലും യമുന ഒരു പെൺകുട്ടിയല്ലേ. പേടി, നെർവസ്നെസ് ഒക്കെ ഉണ്ടാവും. ഏതായാലും സാറിൻ്റെ വാക്ക് കേട്ട് യമുന കൂടെ വന്നല്ലോ. അല്ല, അതിലെന്താ അത്ഭുതം? പ്രസാദേട്ടൻ വിളിച്ചാൽ ഏത് കൊടുങ്കാട്ടിലേക്ക് യമുന വരും. ഉറപ്പാണ്? 101% ഉറപ്പാ. എന്താ സാറിന് ഇനി സംശയമുണ്ടോ? സാർ ഒളിച്ച് താമസിച്ച ഹോട്ടൽ വരെ ആ കുട്ടി വന്നില്ലേ? സാധാരണ ആ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു പെൺകുട്ടി ഹോട്ടലിലേക്കൊക്കെ വരുമോ സാർ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി. പക്ഷേ ഇവിടെ യമുന വന്നില്ലേ? സമൂഹത്തെ പറ്റി ചിന്തിച്ചോ? ഇല്ല. സ്വന്തം വീട്ടുകാരെ പറ്റി ചിന്തിച്ചോ? സ്വന്തം ഭാവിയെ പറ്റി ചിന്തിച്ചോ? ഇല്ല. എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അതാണ് യമുന. അതാണ് യമുനയ്ക്ക് സാറിനോടുള്ള അടുപ്പം. ഇൻഫാക്ച്വേഷൻ എന്ന് പോലും പറയാവുന്നൊരു അടുപ്പം അത്. യമുന സാറിന്റെ ലൈഫിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു സാർ. അങ്ങനെ വിശ്വസിക്കാമോ? സാറ് വിശ്വസിച്ചില്ലെങ്കിലും സത്യം അതാണല്ലോ. ഇപ്പൊ പക്ഷേ അതൊന്നും അല്ലടോ പ്രശ്നം. എന്താ സർ? ആരും എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു, വളരെ സമർത്ഥമായി, കൃത്യമായ കണക്കൂട്ടിലൂടെ. എങ്ങനെ? എന്റെ ഓഫീസിലുള്ളവരാവാനാ സാധ്യത. ഞാൻ യമുനയുമായി ഓഫീസിൽ പോയതും അവിടെ നടത്തിയ പ്രകടനമെല്ലാം വള്ളി പുള്ളി തെറ്റാതെ സുമിത്രയെ അറിയിച്ചിരിക്കുന്നു. അറിയിക്കട്ടെ സർ. ഞാൻ പറയുന്നത് സഹപ്രവർത്തകരുടെ മുമ്പിൽ കാണിച്ച ആ ധീരത ഭാര്യയുടെ മുമ്പിൽ സാറിന് കാണിക്കണമെന്നാ. എന്തായാലും സംശയത്തിന്റെ നിഴലല്ലേ സാറിന്റെ ഇപ്പോഴത്തെ ജീവിതം. എന്നാ സംശയിക്കണ്ട, എല്ലാം സത്യമാണെന്ന് അങ്ങ് തുറന്നടിക്കണം. ഇങ്ങോട്ട് വിചാരണയും കൊണ്ട് വരുമ്പോഴെങ്കിലും സാർ അത് ചെയ്യണം. അതെ വിശാൽ, അത് വേണ്ടി വരും തോന്നുന്നു. ഈ മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ വെറും ജാതകപ്പൊരുത്തോ ഒരു താലിമാലയോ മാത്രമാണോ സർ? അതിലൊക്കെ പ്രധാനപ്പെട്ടത് മനസ്സുകളുടെ യോജിപ്പല്ലേ? സത്യം പറയണം, സാറിന്റെ ദാമ്പത്യത്തിൽ അത് ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? മനപ്പൊരുത്തം? ഇല്ല. ഇനി ഉണ്ടാവും തോന്നുന്നുണ്ടോ? പ്രതീക്ഷകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിടും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിന്റെ ഭാര്യ ആഗ്രഹിച്ചിരുന്നത് സാറിനെ പോലൊരു ഭർത്താവിനെ അല്ല, ഒരു കവിയോ കഥാകൃത്തിനെയാണ്. പിന്നെ സാറിനാണെങ്കിൽ ഈ ജന്മം ഒരു കഥയോ കവിതയോ എഴുതാൻ പറ്റില്ല. പറ്റൂ? അപ്പൊ പിന്നെ ഏതൊരു തരം ദാമ്പത്യ ജീവിതമായിരിക്കും നിങ്ങള്? ശ്വാസം മുട്ടുകയാണോ? വീട്ടിലായിരിക്കുന്ന ഓരോ നിമിഷവും ശ്വാസം മുട്ടാണ്. താൻ പറഞ്ഞ ശരിയാ. എന്നെ ആയിരുന്നില്ല സുമിത്ര ആഗ്രഹിച്ചത്. ഞാനായിരുന്നില്ല അവൾക്ക് ചേർന്ന ഭർത്താവ്. ആ അതൃപ്തി, ആ നൈരാശ്യം അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ലേ? വിവാഹം നിശ്ചയിച്ച ആ ദിവസം മുതലേ തെറ്റിപ്പോയടോ. എല്ലാം തെറ്റിപ്പോയി. ശങ്കർജി സാർ. അരവിന്ദാക്ഷൻ എന്തോ കാര്യമായിട്ട് ആലോചിച്ചു വരികയാണല്ലോ. വല്ല കവിതയോ മറ്റോ ആണോ?
കവിയായി പോയത് കൊണ്ട് 24 അവേഴ്സും മനസ്സിൽ കവിത ആവണമെന്നില്ല രവിന്ദാക്ഷ. ഞാൻ വെറുതെ ഒരു ഫലിതം പറഞ്ഞതല്ലേ. സാറിന് ഇപ്പൊ ക്ലാസ് ഉണ്ടോ? ഇല്ല, ക്ലാസ് കഴിഞ്ഞു വരിക. ഞാനും അതെ. അത് നന്നായി, കാര്യം അങ്ങ് അവതരിപ്പിക്കാമല്ലോ. എന്ത് കാര്യം? വളച്ചുകെട്ടൊന്നുമില്ല, ചുരുക്കി നേരിട്ട് അങ്ങ് പറയാം. എൻ്റെ അനുജൻ മൂന്തനെ സാർ അറിയുമല്ലോ. കൊള്ളാം. മുകുന്ദനെ എനിക്കറിയാവുന്നതല്ലേ, താൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണോ? പരിചയപ്പെടുത്തണം, കാരണം വിഷയം അതാ. മനസ്സിലാവുന്നില്ല രവിന്ദാക്ഷ. ദേ ഇപ്പൊ മനസ്സിലാവും. സാറിൻ്റെ രണ്ടാമത്തെ മകളല്ലേ യമുന? യമുനയെ 1-2 തവണ മൂന്തൻ കണ്ടിട്ടുണ്ട്. എന്നെ കാണാൻ അവനിവിടെ വരാറുണ്ടല്ലോ ഇടയ്ക്ക്, അപ്പോൾ കണ്ടതാവും. കഴിഞ്ഞ സൺഡേയിൽ അവൻ വീട്ടിൽ വന്നപ്പോൾ കല്യാണക്കാര്യം ചർച്ചാ വിഷയമായി. അപ്പോഴല്ലേ മനസ്സിരിപ്പ് പുറത്തു വന്നത്. മുകുന്ദന് യമുനയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിവരം എന്നോട് പറഞ്ഞു, ഞാനത് സാറിനോട് പറയുന്നു. എന്താ അഭിപ്രായം? കുട്ടികൾക്ക് പ്രിയങ്കരനായ ചരിത്ര അധ്യാപകൻ, മാതൃകാ അധ്യാപകൻ, അങ്ങനെയുള്ള അധ്യാപകന്റെ അനുജൻ, ആർക്കാടോ ഇക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാവുക? പക്ഷേ എന്താ ഒരു പക്ഷേ? സത്യങ്ങൾ എപ്പോഴും സത്യങ്ങളാണല്ലോ. ഞാനും താനും തമ്മിൽ ചില അന്തരങ്ങളുണ്ട്, വലിയ അന്തരങ്ങൾ ഉണ്ടല്ലോ. ഞാനൊരു വെറും കോളേജ് പ്രൊഫസർ, ശങ്കർജി സാറ് മലയാളത്തിലെ പ്രശസ്തനായ. ആയിരിക്കാം, പക്ഷേ ആ പ്രശസ്തി മാത്രം പോരല്ലോ ജീവിത വിജയത്തിന്. പച്ചയായി പറഞ്ഞാൽ സ്ത്രീധനക്കാരിയല്ലേ? അതെ. അരവിന്ദാക്ഷന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ശങ്കർജിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും തമ്മിൽ താരതമ്യമില്ല. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമേ അല്ല. നാളെ ചർച്ചാ വിഷയമായേക്കാവുന്നതാണ് അരവിന്ദാക്ഷ അത്. എന്നാൽ അവൻ ആ മാതിരി കടുപിടുത്തങ്ങളൊന്നും ഇല്ലെങ്കിലോ സാർ? അവന് ഭേദപ്പെട്ടൊരു ഉദ്യോഗമുണ്ട്, നല്ല ഭൂസ്വത്തുണ്ട്. അവൻ ഇനി വേണ്ടത് ഒരു നല്ല പെൺകുട്ടിയെയാ. പെട്ടെന്നൊരു മറുപടി പറയണ്ട, നന്നായി ആലോചിച്ചിട്ട് മതി. അല്ല, ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാറില്ല, വിശേഷിച്ചും കുട്ടികളുടെ കാര്യത്തിൽ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും. ധൃതിയില്ല. നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ തന്നെ ഇല്ലേ? എന്നും കാണുന്നവരല്ലേ. എപ്പോഴായാലും തീരുമാനം എന്തായാലും പ്രശ്നമില്ല. എന്നാ ഞാൻ പോട്ടെ. ശരി. എന്താ വരാൻ വൈകുന്നെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഒരു കാര്യം ഉണ്ടായി, അതുകൊണ്ട് തന്നെയാ. എന്താ? ഒരു കാര്യം ഉണ്ടായി എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അതിന് നീ ഇങ്ങനെ പരിഭ്രമിക്കുന്ന എന്തിനാ? പരിഭ്രമിക്കാനുള്ള കാര്യങ്ങളല്ലേ ഈയിടെ ഉണ്ടാകാറുള്ളൂ. എന്നാൽ ഇതങ്ങനെയുള്ളതൊന്നും അല്ല. നീ ഇവിടെ ഇരിക്കെ. ബാബു, നീയും കൂടെ കേൾക്കേണ്ട സംഗതിയാ. ഒരു ആലോചന വന്നിട്ടുണ്ട് യമുനയ്ക്ക്. എവിടുന്നാ? നമ്മുടെ കോളേജിലെ ഹിസ്റ്ററിയിലെ അരവിന്ദാക്ഷനില്ലേ, അരവിന്ദാക്ഷന്റെ അനിയൻ. ചെറുക്കൻ എവിടെയാ ജോലി? AG's ഓഫീസിൽ. യമുനയെ അയാൾ 1-2 തവണ കണ്ടിട്ടുണ്ട്. അയാളായിട്ട് വെച്ച സജഷനാണത്രേ. എന്തു പറയുന്നു? ഇതിലെന്താ അച്ഛനി പറയാൻ? രണ്ടാമതൊരു ചിന്തയെ വേണ്ട, സമ്മതാണെന്ന് പറയാ. വേറെന്താ? എല്ലാം വിശദമായിട്ട് അന്വേഷിച്ചിട്ട് മതി. ഒരനുഭവം നമ്മളെ പഠിപ്പിച്ചതാ. അതെ, ആരുടെയും വാക്ക് വിശ്വസിച്ച് ഒന്നിലും എടുത്ത് ചാടുന്നില്ല. അന്വേഷിക്കാം, വിശദമായിട്ട് അന്വേഷിക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചു ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് അവരെ കണ്ട് വിളിക്കുക, വന്ന് പെണ്ണ് കണ്ട് പോട്ടെ. അരവിന്ദാക്ഷൻ സാറിൻ്റെ തറവാടുമായിട്ടൊരു ബന്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ യമുനേച്ചിയുടെ ലക്കാണെന്ന് ഞാൻ പറയൂ. എത്രയും വേഗം നിശ്ചയിക്കുന്നത് നല്ലത്. യമുനയോട് കൂടി ഒന്ന് ചോദിക്കണ്ടേ? എന്തിന്? ചേച്ചിക്ക് ഇഷ്ടപ്പെടും എന്ന് നീയാണോ പറയുന്നത്? ഈ പയ്യൻ നല്ല പയ്യനായിരിക്കും അമ്മേ. നല്ല പയ്യനായിരിക്കും നീ പറഞ്ഞാൽ എങ്ങനെയാ? പയ്യനെ നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ, ബാബു, അമ്മ പറഞ്ഞതാ അതിൻ്റെ ശരി. യമുനയുടെ സമ്മതമാണ് പ്രധാനം. യമുനേച്ചി അഥവാ സമ്മതമല്ലാന്നെങ്ങാനും പറഞ്ഞാലോ? ആ സംശയം എനിക്കുണ്ട്. അവളുടെ പ്രകൃതി അറിയാലോ. ഒരുമാതിരിപ്പെട്ട പയ്യന്മാരെ ഒന്നും അവൾക്ക് ഇഷ്ടാവും തോന്നുന്നില്ല. എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. യമുനേച്ചി പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ.
ഇല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലാവണം. അരവിന്ദാക്ഷൻ സാറിന്റെ കുടുംബമായിട്ടുള്ള ബന്ധം നമുക്ക് ഗുണമേ ചെയ്യൂ. അമ്മയ്ക്കറിയാമോ, മിസ്റ്റർ ക്ലീൻ എന്ന സാറിനെ കോളേജ് മുഴുവൻ വിളിക്കുന്നത്. അങ്ങനെ ഒരാളുടെ അനുജനെന്ന് പറയുമ്പോൾ പിന്നെന്ത് ചിന്തിക്കാനാ? ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണെന്ന് വെച്ച് എന്നും അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ? എന്തായാലും അവളോടൊന്ന് ചോദിച്ചിട്ട് മതി മുന്നോട്ടുള്ള കാര്യങ്ങള്. വിശേഷമുണ്ട് വിശേഷമുണ്ടെന്ന് പറയുന്നതല്ലാതെ അതെന്താണെന്ന് പറയുന്നില്ലല്ലോ. പറയടാ, എന്താ വിശേഷം? വിവാഹം എനിക്കല്ല, യമുനേച്ചിക്ക്. സത്യാണോ? ഇത് നേരാണോ മോനെ? എന്ന് വെച്ചാൽ വിവാഹത്തിന്റെ ഒരു പ്രപ്പോസൽ. എവിടുന്ന്? നമ്മുടെ അരവിന്ദാക്ഷൻ സാറില്ലേ, സാറിന്റെ അനുജന കക്ഷി. അരവിന്ദാക്ഷ സാറിന്റെ അനുജനോ? ഈശ്വര, യമുന ലക്കിയാണല്ലോ. കോളേജില് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സാറാ അമ്മേ അരവിന്ദാക്ഷ സാറ്. ഹിസ്റ്ററി പ്രൊഫസറാ. അപ്പൊ ഉറപ്പിക്കാവുന്ന ആലോചനയാണെന്ന് അർത്ഥം അല്ലേ? അർത്ഥത് തന്നെ. പക്ഷേ യമുനേച്ചി യമുനച്ചി? എന്താ യമുനച്ചിക്ക്? യമുനേച്ചിക്ക് ഇഷ്ടാവണ്ടേ? ഇഷ്ടമല്ല നമ്മള് പറഞ്ഞോ? അത് യമുനേച്ചി അറിഞ്ഞിട്ട് വേണ്ടേ? ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹാ, പറയാത്തതെന്താ? അവൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാ. നല്ല ബന്ധമാണെങ്കിൽ ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം അങ്ങ് നടത്തണം, അതാ നല്ലത്. അതെ, അച്ഛനും അമ്മയും അത് തന്നെയാ പറയുന്നത്. ഇനി ഒരു പക്ഷേ യമന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും അത് കാര്യമാക്കണ്ട, നടത്തണം. 10-21 വയസ്സായില്ലേ? പെൺകുട്ടികളുടെ കല്യാണമൊക്കെ നടക്കേണ്ട പ്രായമാ. യമുനേച്ചി അതിന് സമ്മതിച്ചാൽ മതിയായിരുന്നു. സമ്മതിക്കുമായിരിക്കും അല്ലേ ചേച്ചി? എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാ. അതാ ഒരു കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും വേണ്ട. എങ്ങനെയും ഈ വിവാഹം നടക്കണം. അച്ഛൻ വിളിച്ചോ? ആ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഇത് ചോദിക്കാനാണോ വിളിച്ചേ? വിളിച്ചത് അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഉവ്വ്, പറഞ്ഞിരുന്നു. അതിനുള്ള ഉത്തരവും ഞാൻ പറഞ്ഞതാണല്ലോ, അല്ലേ അമ്മേ? ആ പ്രപ്പോസലിനോട് താല്പര്യമില്ലെന്ന് അല്ലേ? ആ പ്രപ്പോസലിനോട് മാത്രമല്ല, തൽക്കാലം ഒരു പ്രപ്പോസലിനോടും. അരവിന്ദാക്ഷൻ സാറിന്റെ മോക്ക് അറിയാമല്ലോ. അറിയാം. അദ്ദേഹത്തിന്റെ ഞാനിപ്പോ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ലച്ചാ. പിന്നെ ഈ ഡിസ്കഷന്റെ ആവശ്യമുണ്ടോ? എക്സാമിന്റെ ടൈം ആയതുകൊണ്ടാണോ? ഇപ്പൊ ഒന്നും വേണ്ട മോളെ, എക്സാം ഒക്കെ കഴിഞ്ഞ് സാവകാശം മതി. പക്ഷേ അതിനു മുമ്പ് ഒരു നിശ്ചയം നടത്തി വെക്കാമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പയ്യനെ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ, അല്ലേ ഭാഗ്യലക്ഷ്മി? അതെ, നിന്റെ ഇഷ്ടമാ മോളെ പ്രധാനം. എങ്കിൽ എനിക്ക് ഇപ്പോഴേ ഇഷ്ടമല്ലെന്നങ്ങ് വിചാരിച്ചു. സാധാരണ അച്ഛനമ്മമാര് ചെയ്യുന്ന പോലെ ഒരു ചടങ്ങിനൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ കോളേജിൽ ചേർത്തത്. പഠിക്കാനല്ലേ? പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നതോടെ പഠിത്തവും കഴിയുന്നൊന്നും ഇല്ലല്ലോ. എനിക്കിനിയും പഠിക്കണമെന്നുണ്ട്. റിസർച്ച് ചെയ്യണം, PhD എടുക്കണം. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാലാകാലോ. നമ്മുടെ കോളേജിൽ തന്നെ മാരീഡായ എത്രയോ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നു. ശരിയല്ലേ? ചേച്ചിയുടെ ക്ലാസ്സിൽ തന്നെ ആശാലതയും രേവതിയും മാരീഡല്ലേ? അവർക്ക് പഠിക്കാമെങ്കിൽ പിന്നെ ചേച്ചിക്ക് മാത്രം എന്താ തടസ്സം? ആശാലതയുടെ രേവതിയുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ കാര്യം അറിയൂ. വിവാഹം എനിക്കിപ്പോ താല്പര്യം ഇല്ലാത്ത സബ്ജക്റ്റാ.
ഞാനൊരു ന്യൂസ് അറിഞ്ഞല്ലോ, ഒരു പ്രപ്പോസൽ ന്യൂസ്. പ്രസാദേട്ടൻ എങ്ങനെ അറിഞ്ഞു? ബാബു വീട്ടിൽ വന്ന് പറഞ്ഞതാ. ശരിയാണോ? പ്രപ്പോസൽ വന്നിരുന്നോ? ഉം, വന്നിരുന്നു. എങ്ങനെ, നല്ല ആലോചനയാണോ? മറ്റുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞ മനസ്സിലായില്ല. എല്ലാവർക്കും താല്പര്യം തോന്നുന്നു. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ചോദിച്ചത്, യമുനയുടേതാ. എന്റെ മറുപടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. അതെന്താ? നല്ല പ്രപ്പോസൽ ആണെങ്കിൽ സമ്മതിച്ചൂടെ? ജീവിതത്തിലെ ഏക ലക്ഷ്യം കല്യാണം കഴിക്കലല്ലോ. ബ്യൂട്ടിഫുൾ റിപ്ലൈ. പക്ഷേ കല്യാണം കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതെന്തോ, ഞാനിപ്പോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പഠിത്തത്തിനാ. എനിക്ക് റിസർച്ച് ചെയ്യണം, PhD എടുക്കണം. അത് നല്ല കാര്യമാണ്. ഇത് അച്ഛനോട് പറഞ്ഞോ? പിന്നെ പറയാതെ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഓഹോ, വേറെ ആരും ഇല്ലെന്നങ്ങ് തീരുമാനിച്ചോ? ആ, എന്തു ആകട്ടെ, വിവാഹത്തെ പറ്റി യവനൊരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, ആര് നിർബന്ധിച്ചാലും. അതത്രേ ഉള്ളൂ. പിന്നെ ഈ പ്രപ്പോസലിന്റെ കാര്യവും പറഞ്ഞ് അച്ഛൻ മിക്കവാറും പ്രസാദേട്ടനെ വിളിക്കും. അങ്ങനെ വിളിച്ചാ എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയണേ. യമുനയ്ക്കല്ലാതെ വേറെ ആർക്ക് അനുകൂലമായ സാക്ഷി പറയാ? ഇത്ര വിശ്വാസമില്ലേ പ്രസാദേട്ടനെ? 100%. ബാബു ഒന്ന് ആ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഷോക്ക്ഡായി പോയി. എന്തിനാ ഷോക്ക്ഡ് ആയത്? എന്തിനാണെന്ന് ചോദിച്ചാ എന്തിനോ